പഴയ കാലത്ത് കുണ്ടൂട്ടി നേർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്തരീക്കത്തുകാരെ നേർച്ചയായിരുന്നു. അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഉറൂസുകളുണ്ട്. അവിടെ കടുത്ത തമ്മാടിത്തം നടത്തിയിട്ടുണ്ട്. അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പരസ്യമായി പ്രസംഗിച്ചപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെതിരെ പ്രമേയം പാസാക്കിയപ്പോ അതാ മുജാഹിദിന്റെ നാവടങ്ങിപ്പോയി. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഖുറൂസ് കറാമത്ത് പറയുന്ന വ്യാജ തരീഖത്തുകാർക്കെതിരെ ശക്തമായി സംസാരിച്ച് മുജാഹിദിന് ബടി കൊടുക്കുന്ന ഈ വ്യാജന്മാർക്കെതിരെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അതും ഞങ്ങൾ ഇവിടെ നിർത്തിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. 10,000 കോടി ജന്മമെടുത്താലും താങ്കൾക്ക് സാധ്യമല്ലെന്ന് മാത്രമല്ല, മടവൂര് ശൈഖുനയുടെ കറാമത്ത് കൊണ്ട് താങ്കളെ കൊണ്ട് തന്നെ കറാമത്ത് പറയിപ്പിക്കും. അതാണ് ഇന്ന് മശായിഖ് ചെയ്തിട്ടുള്ളത്. മൗസൂക്കും ബിഹിയായ ഇമാമ വേണം, ബുദ്ധിക്ക് യോജിക്കണം, എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നലത്തെ പ്രസംഗത്തിലും പറയുന്നുണ്ട്, മഹാനരായ ശൈഖുനയുടെ കറാമത്താണ് കരിപ്പൂർ എയർപോർട്ട് എന്ന്. കരിപ്പൂർ എയർപോർട്ട് വരുന്നതിന് മുമ്പ് ശൈഖുന പറഞ്ഞു ഇവിടെ നിന്ന് ആളുകൾ ഹജ്ജിന് പോകും. അതിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാലും ആ സംഭവം പറഞ്ഞിട്ട് അയാൾ പറയാ, ഇത് ഞാൻ നേരത്തെ പറയാറില്ലായിരുന്നു, അതുകൊണ്ട് ഈ പറഞ്ഞാലേ ഇപ്പോൾ നേരം വിളിക്കൂ. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ എനിക്ക് അത് വിശ്വസ്തമായ ഒരാളിൽ നിന്ന് കിട്ടി. വിശ്വസ്തമായ ആളിൽ നിന്ന് കിട്ടിയാൽ മതിയോ? മൗസൂഖ് ബിഹിയായ ഇമാമാകണ്ടേ കിട്ടിയാള്. ഈ കാലത്ത് സോഷ്യൽ മീഡിയ യുഗമല്ലേ, പറയാൻ പാടുണ്ടോ? അത് കളിയാക്കൂലേ വഹാബി? അപ്പൊ അഡ്രസ്സ് കിട്ടിയ വഹാബി കളിയാക്കൂല. ഏടുന്ന് വരിക? ഖുർആനിൽ പറഞ്ഞു വരെ ഹദീസിൽ പറഞ്ഞു വരെ കളിയാക്കുന്ന കാലാണ്. അല്ലെങ്കിൽ എന്ത് അഡ്രസ്സാണ് ഞങ്ങൾ അതിലുള്ളത്? ഏതായാലും പുതിയ കറാം നിർത്തുന്ന നമ്മളോടാണല്ലോ. കൊണ്ടോട്ടി നേർച്ച നിർത്തുന്ന പറഞ്ഞാൽ ജോറായി തുടങ്ങി. ഇനിയിപ്പോൾ നടക്കാൻ പോവാണ്. വലിപ്പോൾ ഉത്ബോധനം നടത്താൻ മിനിയാന്ന് മീറ്റിംഗ് കൂടിയിന്, കൊണ്ടോട്ടി നേർച്ചയിൽ ആളുകൾ പങ്കെടുക്കാതിരിക്കാൻ. അത് ആളുകൾ നാനാജാതി ഒഴുകുന്ന നേർച്ചയാണ്. അതിന് നിങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് എന്താ കാര്യം? നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ച്? നിങ്ങളെ കയ്യിലാണ് ഇപ്പോൾ ഇത്. ഞാൻ പറഞ്ഞ നിങ്ങളോട്, മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. വരുമ്പോൾ നമ്മളെ വലിയ മൂർക്കം പാമ്പ് കടിച്ച് മരിച്ചിട്ട് ആളെങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാനൂല് പറഞ്ഞു, ഞങ്ങളോട് കഴിച്ചാൽ അങ്ങനെ ഉണ്ടാവും. ഈ ട്രംപ് പറയണായിരിയാണ്, തലല്ലല്ലോ. ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു അവകാശവാദം ഞങ്ങളെ കയ്യിലാണ്. ഇതൊക്കെ ഞങ്ങൾ പുറത്താക്കിയപ്പോൾ തേങ്ങാക്കൊലെ, നിങ്ങൾ പുറത്താക്കിയാലും അകത്താക്കിയാലും അതൊന്നും ലൈസ ബിഷൈൻ, ഒരു ചുക്കുമല്ല. ഒരു ചിറകിൻ്റെ കൊതുകിൻ്റെ ചിറകില്ലേ, ആ വില പോലും നിങ്ങളെ സമസ്തക്ക് നിങ്ങൾ നൽകുന്നില്ല. ഒറ്റ സമസ്ത ഇവിടെ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ സമസ്തയാണ്. അത് പറഞ്ഞാൽ നെഞ്ചത്ത് കൂടി എന്തോന്ന് പോകുന്നുണ്ട് എന്നാ ഒരുത്തം പറഞ്ഞേ. എന്നാ ഒന്നുകൂടി പോട്ടെ. സമസ്ത 100ാം വാർഷികം സമാപിച്ചിരിക്കുന്നു. സമാപിച്ചതിന് ശേഷം വേറൊരു സംഭവമല്ല, ഇനിയൊക്കെ വ്യാജം മാത്രമാണ്. ഞങ്ങളിത് കാര്യകാരണങ്ങൾ സഹിതല്ലേ പറഞ്ഞ്. ഇവിടെ പോലെ ആരെയും വാദിച്ചിട്ടുണ്ടോ റസൂലുള്ളാഹിക്ക് നേലുണ്ട് എന്ന്? മശായിഖാണ് സമ്മേളനം വിജയിപ്പിച്ചെന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് ആ പറഞ്ഞത് ശക്തമായി പറയുന്നു, സമസ്ത ശംസുൽ ഉലമയുടേതാണ്. അതെന്നുണ്ടെങ്കിൽ അത് ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഒരു ചുക്കുമില്ല. വ്യാജമാണ് മുഴുവൻ, സുഹബ വ്യാജം, അതുപോലെ തന്നെ സൈറ്, സുലൂക്ക്, വിസാല് മുഴുവനും എല്ലാം വ്യാജം. നിങ്ങൾ തന്നെ വ്യാജം. എങ്ങനെ പിന്നെ രക്ഷപ്പെടാനാ നിങ്ങൾ? അതാ പറഞ്ഞ, നിരീശ്വരവാദികളെക്കാൾ അതപ്പതിച്ചു നിങ്ങൾ. ഒരു സംശയവും വേണ്ട. ഇതിങ്ങനെ പറയാൻ നിങ്ങൾക്ക് എഴുന്ന ധൈര്യം അത് ഞങ്ങളുടെ മശായിഖ് നൽകുന്ന ധൈര്യമാണ്. അതാരാൻ ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ, എനിക്കും വേണ്ട ഒരു പണി. ഏതായാലും മടവൂര് ശൈഖുനാന്റെ കറാമത്ത് പറയാതെ നിങ്ങളെ ഞങ്ങൾ വിടുവോ? വിടൂലല്ലോ. ഇത് മടവൂർ സമാനല്ലേ. പറയും ശൈഖുനാന്റെ കറാമത്ത് മുമ്പ് കാലത്ത് കേട്ടിരുന്ന ഒരു സംഭവമാണ്. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുണ്ടോട്ടിയിൽ ഇന്ന് എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്ത് വന്ന് കൂടെ കുറെ ആളുകളുണ്ട്. ആ കുന്നിന്റെ മേലെ കയറി നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ള പലരും ക്ഷീണമായി അവിടെ ഇരുന്നു. ബഹുമാനപ്പെട്ടവർ
അവിടെയെല്ലാം ചുറ്റിക്കറങ്ങുമ്പോൾ എൻ്റെ ബാപ്പ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വാവാട് താമസിക്കുന്ന മുസമ്മിൽ തങ്ങൾ എന്നോട് പറയുകയുണ്ടായി. അത് ഈ അടുത്ത സമയത്താണ് പറഞ്ഞത്. എന്നാൽ പഴയ കാലത്ത് ആ സംഭവം ഞാൻ കേട്ടിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നില്ല. കാരണം അതാരായിരുന്നു എന്നോട് പറഞ്ഞത് എന്നെനിക്ക് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കറാമത്ത് പറയാറില്ല. കാരണം നമ്മളൊരു കറാമത്ത് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഔലിയാക്കളെ നിന്ദിക്കാനുള്ള അവസരമുണ്ടാക്കരുത്. ഔലിയാക്കളെ കുറ്റം പറയാനും ചോദ്യം ചെയ്യാനുമുള്ള അവസരമുണ്ടാക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ അപ്പുറത്തെന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അഡ്രസ്സ് പറയാൻ കഴിയാത്തതിനാൽ ഞാൻ ആ കറാമത്ത് ഞാൻ മുമ്പ് കേട്ടിരുന്നെങ്കിലും പറയാറുണ്ടായിരുന്നില്ല. ഈ വർഷം മുസമ്മിൽ തങ്ങൾ നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകനാണ്. അദ്ദേഹം ബാപ്പ ആ സമയത്ത് മറ്റുള്ളവർക്ക് ക്ഷീണിച്ചിരിക്കുമ്പോൾ CM വലിയുള്ളാന്റെ കൂടെ കറങ്ങിയ ഒരാളായിരുന്നു എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്കതിൻ്റെ ശരിയായ റൂട്ടിലൂടെ ആ വിവരം കിട്ടിയപ്പോൾ ഞാൻ ശരിയായ റൂട്ടിലൂടെ വിവരം കിട്ടേ. ശരിയായ റൂട്ടിലൂടെ വിവരം കിട്ടണമെങ്കിൽ ബാവാട് തങ്ങളുടെ ഉപ്പ മൗസൂഖും ബിഹിയായ ഇമാമാകണം. എന്തായാലും ആ തങ്ങള് നല്ലൊരു പണിയാണ് പേരോണ്ട് കൊടുത്തത്. ആ വാപ്പയൊരു സയ്യിദാണ്, അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇവരെ വാദം മൊത്തം പൊളിഞ്ഞില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മുസമ്മിൽ തങ്ങളുടെ വാപ്പാറിനെ വഹാബി കളിയാക്കാതിരിക്കുമോ? ആ വാപ്പനെ വരെ കളിയാക്കും. അതല്ലേ വഹാബി. വഹാബി ചിലപ്പോൾ നിർത്തിയിട്ടുണ്ട്. നിങ്ങളതിലാപ്പുള്ളത് ഇവരല്ല. ഇവരെ അവസ്ഥ നോക്കി നിങ്ങൾ. ഇവരൊരു മഹാനെ, ആ മഹാന്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ വെച്ച് രാവിലെ മുതൽ വല്ല പണിയെന്താ? പരിഹാസം, കളിയാക്കൽ. ഇതൊന്നും ഒരു വഹാബി പോലും ചെയ്യാറില്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും ചെയ്യാറില്ല. അത്രയും നീചമായ അവസ്ഥയിൽ അവരുള്ളത്. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് വഹാബി കളിയാക്കൂലേ? വഹാബി ഇത് പറഞ്ഞ കളിയാക്കാതിരിക്കോ? മൗസൂഖും ബിഹിയായ ഇമാമ് വേണം. അത് തന്നെ ബുദ്ധിക്ക് യോജിക്കുന്ന കറാമത്താകണം. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞ കറാമത്ത്, അതുപോലെ മടവൂർ കാഫില നമ്മുടെ മശായിഖിന്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം വന്ന ചരിത്രത്തിൽ വന്ന കറാമത്തുകൾ, ഈ പറഞ്ഞ സംഭവങ്ങൾ അതിങ്ങനെ ഇന്ന ആളിൽ നിന്ന് കിട്ടാത്ത ഒരു പേരായിട്ടുള്ളത്. കാഫിലയിൽ ഒന്നുകൂടി വ്യക്തമാണ്. ആ ആളെന്നെ വന്ന് പറയാണ് എന്ത്, ഞാനങ്ങനെ അനുഭവിച്ചു. ഇത് മുസമ്മിൽ തങ്ങളല്ല പറഞ്ഞത്, തങ്ങൾ വാപ്പയിൽ നിന്ന് ഉദ്ധരിച്ച് അതിൽ നിന്ന് ഇയാൾ ഉദ്ധരിച്ചതാ. ഇത് റാവി തന്നെ നേരിട്ട് വന്ന് പറയാണ്. അപ്പൊ ഒന്നുകൂടി ഉറപ്പല്ലേ? ഇതേപോലത്തെ സംഭവമല്ലേ ഇവിടെ പറഞ്ഞേ? ആ സംഭവത്തെ നിരാകരിക്കാനല്ലേ താങ്കള് മൗസൂഖും ബിഹിയായ ഇമാമുവാണെന്ന് നിബന്ധന കൊണ്ടുവന്ന് 3 നൂറ്റാണ്ടിലുള്ളവർ പറഞ്ഞാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ്, കുളൂസ് കറാമത്ത് എന്ന് പറഞ്ഞ്, ബുദ്ധിക്ക് യോജിക്കണം എന്ന് പറഞ്ഞ്. ബുദ്ധിക്ക് എങ്ങനെ യോജിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കരിപ്പൂരിൽ അങ്ങനെ ഒരു എയർപോർട്ടിനെ കുറിച്ച് ഗവൺമെന്റ് വരെ ചിന്തിക്കാത്ത കാലത്ത് ശൈഖുന പറയാണ് ഇവിടെ നിന്ന് ആളുകൾ ഹജ്ജിന് പോകും. ഇതെങ്ങനെ, ഏത് ബുദ്ധി കൊണ്ടാണ് യോജിച്ച്? വഹാബി ഇത് കളിയാക്കൂലേ? നിങ്ങൾ പറയാൻ പാടുണ്ടോ? അപ്പൊ താങ്കൾ നേരത്തെ കൊണ്ടുവന്ന എല്ലാ നിബന്ധനകളും താങ്കളെ കൊണ്ട് തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. മുഴുവൻ ബാത്തിലായി. തെറ്റ് തിരുത്തി എന്ന് പറയാൻ താങ്കൾക്കാവൂല, കിബിർ സമ്മതിക്കൂലല്ലോ. ഞങ്ങൾ തിരുത്തുന്നവരല്ല എന്നല്ലേ പറയാ. പക്ഷേ അടിമുടി തിരുത്തിച്ചു ഞങ്ങൾ. അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് തഖദ്ദം യാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ മുന്നിൽ നടക്കൂന്ന് മടവൂര് ശൈഖുന പറഞ്ഞ സംഭവം ഇന്നും ഹയാത്തിലുള്ള സമസ്ത മുഷാവറ, ഒറിജിനൽ സമസ്തയുടെ മുഷാവറ ജില്ലാ അംഗം കൂടിയായ CP ഉസ്താദ് പറഞ്ഞപ്പോ അവിടെ എന്തേ നിങ്ങൾക്ക് സ്വീകരിക്കാൻ മടി? മുസമ്മിൽ തങ്ങൾ പറഞ്ഞപ്പോൾ SYSന്റെ പ്രവർത്തകനാണ്, ഇത് സമസ്ത മുഷാവറ അംഗാണ്, എന്തേ അവിടെ തള്ളിയത്? അപ്പൊ താങ്കൾ ചില നിബന്ധന ഉണ്ടാക്കി ഞങ്ങളെ നിർത്തിപ്പിക്കാൻ വന്നതാ. അടിമുടി മാറ്റിച്ചു ഷായിഖുമാർ. അന്ന് എന്തൊക്കെയാ പറഞ്ഞ്? മുഴുവനും ഏതാ എതിർക്കാത്തത്? ഷെയ്ഖുന അങ്ങനെ നടന്നു വരികയാണ്, മടവൂര് ഷെയ്ഖുന. അപ്പൊ 2 അമുസ്ലിം സഹോദരങ്ങൾ അവർ ഷെയ്ഖുനാനെ ബഹുമാനിച്ച് തുണി മടക്കി കുത്തിയത് അയച്ചിട്ട് ഷെയ്ഖുന പറഞ്ഞു ഹുമാ ഫിൽ ജന്ന,
ശൈഖുനാന്റെ പ്രവചനാണ്. ഇവിടെ കരിപ്പൂരിൽ ഇവിടുന്ന് ഹജ്ജിന് പോകുമെന്ന് പറഞ്ഞ അതേ വാക്കാണ് ഹുമാ ഫിൽ ജന്ന. അത് കളിയാക്കിയ ആള്, അത് കണ്ട ആളുകൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ റാവി ഇവിടെ ഉണ്ട്. അത് ഇയാൾക്ക് പറ്റിയില്ല, അത് അന്ന് പറഞ്ഞു കേട്ടോളൂ. അദ്ദേഹം പറയുന്നത് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങൾ ഇങ്ങനെ പോകുമ്പോ രണ്ട് അമുസ്ലിം സഹോദരന്മാര് കണ്ടപ്പോ അവര് തുണി മാടിക്കുത്തിയിരുന്നു. ആ തുണി അവര് അഴിച്ചിട്ടു. അപ്പൊ ഉടനെ തന്നെ സിയം വലിയുള്ള പറഞ്ഞു അവർ രണ്ടാളും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന് തോന്നും ഒരു വലിയനെ ബഹുമാനിച്ച് തുണി താത്തിയിട്ട് ആ സ്വർഗത്ത് കടക്കും തോന്നും. അങ്ങനെയൊന്നും മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമില്ല. മുസ്ലിമീങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതല്ലേ അസ്ഹാബുൽ കഹ്ഫിന്റെ നായ. അസ്ഹാബുൽ കഹ്ഫായ ഔലിയാക്കളെ ആദരിച്ചപ്പോൾ നായക്ക് സ്വർഗം കൊടുത്തു. വകൽബുഹും എന്ന് ഖുർആൻ ഉദ്ധരിച്ചു. ഔലിയാക്കളെ ആദരിച്ച് മശായിഖന്മാരെ ബഹുമാനിച്ച് അവരെ തുണിയൊന്ന് താഴ്ത്തിയിട്ടാൽ ഹുമാഫിൽ ജന്ന എന്ന് പ്രഖ്യാപിക്കാൻ മടവൂർ ശൈഖുനക്ക് അധികാരമുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങളിലേക്ക് അവർ ചെന്നെത്തും. ഹുമാഫിൽ ജില്ല ആകാൻ എന്തൊക്കെ ആവശ്യം ആ ശൈഖുനെ ജയിപ്പിക്കും. അതാർക്കും അറിയാത്തവിടെ. അതിന് വരെ തിരുത്തിയ ആളായാൾ എല്ലാ സംഭവങ്ങളെയും കുളൂസ് കറാമത്താക്കിയവരാ. ഇപ്പൊ കരിപ്പൂർ എയർപോർട്ട് മാത്രം ഇങ്ങനെ സഹിയായി, അവിടെ ഇവിടെ മൗസൂഖും ബിഹിയായ ഇമാം, അവിടെ ഇവിടെ ബുദ്ധിക്ക് യോജിച്ച കഥ. എന്തിനാ നിങ്ങൾ ഉലമാ സമ്മേളനം നടത്തി മൊത്തത്തിൽ നിങ്ങൾ വെള്ളത്തിലായില്ലേ? എന്നിട്ട് പറയാ സഹ്ലുത്തസ്തുരി തങ്ങൾക്ക് വലിയ കറാമത്തുണ്ടായിരുന്നു. അത് പറയാൻ പാടില്ല. കാരണം സഹ്ലുത്തസ്തുരിനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? ഒന്ന്. എന്നിട്ട് സഹ്ലുത്തസ്തുരി താബിഈയാണല്ലോ റളിയല്ലാഹു അൻഹു, വലിയ കറാമത്തുള്ള ആളാ. അന്നത്തെ മുഴുവൻ വ്യാജ ഉലമാഇനെയും നശിപ്പിച്ച ഏറ്റവും മുന്നിൽ നിന്ന വലിയാണ് സഹ്ലുത്തസ്തുരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അന്ന് വലിയ കറാമത്ത് കാണിച്ചു. അവരുടെ വീടിന് മുന്നിൽ തന്നെ ബൈത്തുസ്സിബാൾ എന്ന് പറഞ്ഞൊരു വീടനുണ്ടായിരുന്നു. വന്യമൃഗങ്ങൾക്കുള്ള വീട്. പുലിയും ആനയും ഒക്കെ, പുലിയും സിംഹവും ഒക്കെ ആ വീട്ടിൽ വന്ന് താമസിക്കും ഇവരെ സുഹബത്ത് കിട്ടാൻ. ഓരോരുത്തർക്ക് ഡേറ്റ് കൊടുക്കലാ. 15 ദിവസം പുലികൾക്ക്, വേറെ 10 ദിവസം സിംഹങ്ങൾക്ക്, ഇങ്ങനെ വേർതിരിച്ചു കൊടുക്കലാണ്. മനുഷ്യന്മാർ വരും, അവർക്ക് നിശ്ചിത വഴിയുണ്ട്, ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകൂല അവര്. ഈ കറാമത്ത് എങ്ങനെ ബുദ്ധി കൊണ്ട് താങ്കൾ അംഗീകരിക്കും? സഹ്ലുത്തസ്തുരി തങ്ങൾക്ക് ഇക്കറാമത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ പറയാ ഇതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് സിയം വലിയുല്ലാഹിയെ ഓർമ്മ വന്നു. എങ്ങനെയുണ്ട്? കറക്റ്റ്. ഞങ്ങൾ നിങ്ങളെ വിടോ? ഇത് മടവൂർ സമാനാണെങ്കിൽ അത് പറയിപ്പിച്ചേ ഞങ്ങൾ വിടും. നിർത്തിക്കൽ പോയിട്ട് ഞങ്ങൾ തുടരും, നിങ്ങൾ നേരത്തെ ഉള്ളതൊക്കെ നിർത്തിക്കൊള്ളണം, കറാമത്ത് പറഞ്ഞോളണം. അതുകൊണ്ടൊറ്റ നന്നാവില്ല. കാരണം എന്താ? ഇബ്നു തൈമിയന്റെ പഴയ സ്വഭാവം അത്. ഇബ്നു തൈമിയ ഒരു സ്ഥലത്ത് പറയും ഹബീബായ തങ്ങൾ വഫാത്തായി പോയി, ഇനി സഹായിക്കൂല എന്ന് പറയും. അടുത്ത പേജ് പറയുന്നത് പല ആളുകളും ഖബറിന്റെ അടുത്ത് വന്ന് സഹായം തേടിയപ്പോൾ റസൂല് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയും. രണ്ട് ഇബ്നു തൈമിയ തന്നെ പറയാം. അപ്പൊ കാലഘട്ടത്തിലെ ഇബ്നു തൈമിയ ഇത് രണ്ടും പറയും. നന്നായി എന്ന് മനസ്സിലാക്കേണ്ട, കൂടുതൽ കേടുന്നതാ. നന്നാകണമെങ്കിൽ അവല് ഷർത്ത് എന്താണെന്നറിയോ? മശായിഖിന്റെ കാലിന്റെ ചോട്ടിൽ വന്നോളണം, അല്ലാതെ നന്നാകലില്ല. കേട്ടോളൂ സഹ്ലുത്തസ്തുരിയുടെ കറാമത്ത് പറയട്ടെ. റളിയല്ലാഹു അൻഹു. ഉൾക്കൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പവറുകൾ വലുതാണ്. ആ മഹാനായ സഹ്ലുത്തസ്തുരി തങ്ങൾ തന്നെ അവർക്ക് ബൈത്തുസ്സിബാ എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. വലിയ വന്യമൃഗങ്ങൾ വന്ന് കൂടുന്ന വീടാണ്. ബഹുമാനപ്പെട്ടവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഞാൻ ഇവിടെ തന്നെ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ സമീപത്ത് മഹാനവറുകൾ മൈസൂർ കാട്ടിലും മറ്റും പോയി ഇരിക്കാറുണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. സഹ്ലുത്തസ്തുരി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അംർ ഇബ്നുൽ ലൈസ് എന്ന് പറയുന്ന അപ്പൊ വലിയ കറാമത്തായിട്ട് പറയാണ്. വന്യമൃഗങ്ങളെടുത്ത് ഞാൻ മടവൂരത്തെ പ്രസംഗമാണ് CM സെന്ററിലെ. അന്ന് പറഞ്ഞത് മൊത്തം കൊളാക്കിയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. ഈ കിതാബ് വായിച്ചു ആദ്യം. മടവൂർ ശൈഖുന മൈസൂർ കാടുകളിൽ നടക്കാറുണ്ടായിരുന്നു, ബൈനൽ ഉസൂദ്, സിംഹങ്ങൾക്കിടയിൽ. അങ്ങനെ ആദ്യം വായിച്ചുട്ടോ. ആദ്യം വായിക്കുന്ന കേൾപ്പിച്ചു കൊടുക്ക്. നമ്മൾ മറന്നില്ല ഒന്നും വെക്ക്.
ഖുർആനോത്ത് നടക്കുന്നു, അവിടെ ജനങ്ങൾ സിയാറത്ത് ചെയ്യുന്നത് മഅ്മൂറാകുന്നു. വകാന യസീറു ഫീ ഖഫാരി വയനാട് മൈസൂർ, ബഹുമാനപ്പെട്ട ഒരു വയനാട് മൈസൂർ കാടുകളിലൂടെ നടന്ന സമയമുണ്ട്. ബൈനൽ ഉസൂദ്, സിംഹങ്ങൾക്കിടയിലൂടെ, വല്ലഫിയാൽ, കാട്ടാനകളുടെ ഇടയിൽ. ഇതാദ്യം വായിച്ച്, അപ്പൊ സിംഹങ്ങൾക്കിടയിലൂടെ നീ കിതാബിൽ വായിക്കുക. പിന്നെ മൂപ്പരിങ്ങനെ ആലോചിക്കുക, അത് വലിയ മഹത്തായല്ലോ, സിംഹത്തിന്റെ അടിയിലൊക്കെ നടന്നുപോയോ. അപ്പൊ അടുത്ത തവണ വായിക്കുമ്പോൾ ഇയാൾ എന്ത് പറഞ്ഞു എന്നറിയോ? മൈസൂർ കാട്ടിലൂടെ നടക്കാറുണ്ടായിരുന്നു, പക്ഷേ മൈസൂർ കാട്ടിൽ സിംഹമില്ല. ഇയാൾ മൈസൂർ കാട്ടിന്റെ മാനേജറാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാന്ന് പറഞ്ഞു നിങ്ങൾ. അവ കേൾപ്പിച്ചു കൊടുക്കുക. രണ്ടാമത് പറഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യുമ്പോ മൈസൂർ കാട്ടിലൂടെ പോയ ദിവസങ്ങളുണ്ട്. അങ്ങനെ പോയപ്പോൾ വലിയ വലിയ മൃഗങ്ങൾ, വലിയ കൊമ്പനാനകളും സിംഹങ്ങളും നരികളും, അതുപോലെ ഏതാണോ ഉള്ളത്. മൈസൂർ കാട്ടിൽ സിംഹമില്ല, അതേ സമയത്ത് വേറെ വലിയ പല വന്യമൃഗങ്ങളും. എവിടെ നിനക്ക് പോയി ചികിത്സിക്കാം? ആദ്യം മൗലൂദിൽ വായിച്ചതാണ് ബൈനൽ ഉസൂദ്, അസദിന്റെ ജമ്മാണ് ഉസൂദ്. അപ്പൊ സിംഹങ്ങൾക്കിടയിലൂടെ നടന്നുപോയി. അത് പിന്നെ പറഞ്ഞപ്പോൾ അവിടെ അക്കാട്ടിൽ സിംഹമില്ല. അതെങ്ങനെ ഇയാൾക്കറിയാം? ഇയാളാണ് 4 ദിവസം കൊണ്ട് ഇട്ട് കൊടുക്കണം, അപ്പം അറിയാം സിംഹം ഉണ്ടോ. നാലായ മുസീബത്താൻ തീർന്നും കിട്ടും. എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ് ഇന്ന് സോഷ്യൽ മീഡിയ കാലത്ത് നിങ്ങൾ തീരെ പറയാൻ പാടുണ്ടോ? അതും കൂടി പറഞ്ഞോട്ടെ. മലയാളത്തിൽ കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതി വെച്ചതാ. ആളുകൾക്ക് സംശയമുണ്ടാക്കുന്നത്, ബുദ്ധിക്ക് യോജിക്കാത്തത് പറയരുത്. ഇപ്പൊ എങ്ങനെ മടവൂര് ശൈഖുനാനെ കുറിച്ച് എയർപോർട്ടിന്റെ കറാമത്ത് നിങ്ങൾക്ക് പറ്റി? പണ്ട് പിന്നെ മറക്കണ്ട, അത് വ്യാജ കറാമത്ത് അലിയാജിക്ക് ഉണ്ടാക്കിയതാ. അതൊക്കെ ഉണ്ടാക്കിപ്പോന്ന് നമ്മൾ അതിനെതിരെ യുദ്ധം ചെയ്ത് നമ്മളെ കൊണ്ട് നിർത്തിക്കുന്നു പറഞ്ഞ അയാളെ കൊണ്ട് മൗസൂഖ് അല്ലാത്ത ഇമാമിന്റെ കറാമത്തന്നെ ഇവിടെ പറയിപ്പിച്ചു. മക്കയിലെ നിങ്ങളുണ്ടാക്കിയ എല്ലാ നിബന്ധനയും പൊട്ടിപ്പൊളിഞ്ഞ് വാളീസായി.